വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള കമന്റ് ബോക്സിൽ എഴുതുക. ആൻഡ് ഇൻ കേസ് യു ലൈക്ക് അവർ വീഡിയോസ്, പ്ലീസ് ഡു നോട്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സ്കിൻ വൈറ്റനിങ്, ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പം മിക്ക ആൾക്കാർക്കും അറിയണ്ടേ ഇത് ചെയ്യാൻ പറ്റുമോ, നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ ക്രീംസ് ആണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ചെയ്യണം, ഇത് ചെയ്താൽ ഇതിന് കുറെ ചെലവുണ്ടാവോ, എന്നിട്ട് ഇത് ചെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനത്തെയൊക്കെ മാറ്റങ്ങൾ എത്ര പെട്ടെന്ന് കിട്ടും അല്ലെ. അതുപോലെ ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം വെളുത്ത സ്കിന്നാണ് പ്രാധാന്യം. സ്കൂളിൽ പോകുമ്പോൾ തന്നെ അവർ കാണുന്ന എന്താണ്, ഫെയർ സ്കിൻ ആയിട്ടുള്ള കുട്ടിക്ക് ഓ യു സോ ക്യൂട്ട്, ലെറ്റ്സ് മേക്ക് ഹർ ദ പ്രിൻസസ് ഇൻ ദ പ്ലേ, അല്ലെങ്കിൽ ഒരു ഡ്രാമയിൽ ലീഡ് റോള് കൊടുക്കുക. അതുപോലെ കല്യാണ ആലോചനകൾ വരുമ്പം, ജോലി തേടി പോകുമ്പം എല്ലാ പ്രാവശ്യവും നമ്മൾ കാണുന്നത് ഫെയർ സ്കിന്നിനാണ് ഇമ്പോർട്ടൻസ്. വൈ ഇസ് ദിസ് ക്രേസ്? എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഇഷ്ടം? വൈ ഡു വി ഓൾ വാണ്ട് ഫെയർ സ്കിൻ? അതൊരു സെപ്പറേറ്റ് ഒരു ടോപ്പിക്കാണ്. അതിനെക്കുറിച്ച് എത്ര സംസാരിച്ചാലും നമുക്ക് ചിലപ്പം ഒരു കൺക്ലൂഷന് വരാൻ പറ്റില്ല. We have always seen that fair skin is given importance socially and economically. People who are fair have ended up getting more opportunities than others. But there is a slow change. ഈ മാറ്റം നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഫെയർ സ്കിന്നിന് വേണ്ടിയിട്ട് എന്തൊക്കെ ക്രീംസ് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് ഒത്തിരി ക്രീംസ് അവൈലബിൾ ആണ്. 1975 ഇന്ത്യയിൽ ഹിന്ദുസ്ഥാൻ ലീവർ, ഒരു അമേരിക്കൻ ബേസ്ഡ് കമ്പനി, ഫെയർ ആൻഡ് ലവ്ലി എന്ന് പറയുന്ന ഒരു ഫേമസ് ക്രീമിനെ ഇറക്കി. ഓൾമോസ്റ്റ് ഒരു 20-25 years ഇറ്റ് റൂൾ ദ മാർക്കറ്റ്. ഇറ്റ് ഓൾമോസ്റ്റ് ടേൺഡ് ഔട്ട് ടു ബി ലൈക്ക് എ വുമൻസ് ബെസ്റ്റ് ഫ്രണ്ട്. ബട്ട് ദാറ്റ് സ്ലോലി ചേഞ്ച്ഡ് ഇൻ ദ ഇയർ 2000 when there was an IT revolution. There was a lot of other creams that could be made available in the Indian market. എന്നാൽ ഈ വീഡിയോ നിങ്ങൾ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ ഇതല്ല. ഐ എം ബേസ്റ്റിംഗ് ദ ബബിൾ. ഐ എം നോട്ട് ഗോയിങ് ടു ടോക്ക് അബൌട്ട് ഹൗ ടു ഗെറ്റ് യുവർ സ്കിൻ വൈറ്റൻഡ്. ഡു യു നോ that the international or the global market for the fairness industry was projected at $8.3 billion in the year 2020. But in less than 10 years, by the year 2027, it's projected to grow to $12.3 billion. It's not even crores, we're talking about $1 billion here. And the Indian market alone is at $400 million. നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത നമ്പേഴ്സാണ് ഇവിടെ കാണിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ആൻ ഇന്ത്യൻ ഇഷ്യൂ. നമ്മളെ ഇന്ത്യൻ സൊസൈറ്റി മാത്രമല്ല, ഗ്ലോബലി ഈ ഒരു പാറ്റേൺ ഉണ്ട്. ബട്ട് ഇറ്റ്സ് കോൺസെൻട്രേറ്റഡ് മോർ ടുവേർഡ്സ് ദി സൗത്ത് ഏഷ്യൻ കൺട്രീസ്, ഫിലിപ്പൈൻസ്, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ പോലുള്ള കൺട്രീസിലാണ് ഇത് ഏറ്റവും കൂടുതൽ. ബട്ട് ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി സൊസൈറ്റി അക്സെപ്റ്റൻസ് ഫോർ ഫെയർനെസ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ അവർ ഡെയിലി ലൈഫ്. വി ആർ ബോൺ വിത്ത് എ സർട്ടൻ കളർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജനിച്ചു കഴിഞ്ഞിട്ട് പല മാറ്റങ്ങളും നമ്മളിൽ കാണും. അത് നമ്മളെ ജെനറ്റിക്സ് ആയിരിക്കാം, നമ്മളെ സ്ലീപ്പ് ഹാബിറ്റ്സ്, ഡയറ്റ്, ലൈഫ് സ്റ്റൈൽ ആൻഡ് പ്രൊഡോമിനന്റ്ലി സൺ എക്സ്പോഷർ അനുസരിച്ച് സ്കിന്നിന്റെ നിറം കുറച്ചാകുമ്പോഴത്തേക്ക് മാറി വരാറുണ്ട്. ഗോറി, നൂർ, ഫൈസ, സ്വർണ, യുവ ഇതുപോലുള്ള പല ക്രീംസും നമ്മളെ മാർക്കറ്റിലുണ്ട്. പോരാത്തതിന് ഇന്ന് ഓൺലൈൻ മാർക്കറ്റും ബബ്ലിംഗ് ആണ്. എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആണ്. I influence you and you influence me. Now, in this scenario, an unregulated market exists. Though, നമ്മള് ഈ ക്രീംസില് അതിന്റെ ബാക്കിൽ നിങ്ങൾ നോക്കിയാൽ ലേബലിംഗ്സ് ഉണ്ട്, എന്തൊക്കെയാണ് ഈ ക്രീംസിന്റെ കണ്ടന്റ്സ് എന്ന് പറഞ്ഞിട്ട്. ബട്ട് ഡു വി റിയലി നോ വാട്ട് ദേ ആർ? നമ്മൾ എത്ര വട്ടം അതിന് നോക്കുന്നുണ്ട്? നോക്കിയാൽ പോലും നമുക്ക് അതിന് ശരിക്കുമുള്ള കണ്ടന്റ്സ് അവർ പറയുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്കുള്ള സംശയം. You'd be surprised to know that in the year 2018, Canada Health made its own discrete search. Gori എന്ന് പറയുന്ന ഒരു ഫേമസ് ക്രീം, ഇറ്റ് കംസ് ഫ്രം അക്രോസ് ദ ബോർഡർ. ഈ ക്രീമിനെ അവർ അനലൈസ് ചെയ്തു. അവർ കണ്ടുപിടിച്ചത് വാസ് ഷോക്കിംഗ് റെവലേഷൻസ്.
It contains 16,000 times more than the acceptable levels of mercury. Steroidum ഇതിൽ കാണും. So why is it important? ഇതുപോലുള്ള ക്രീംസ്, ഞാനിപ്പോൾ പറഞ്ഞ ക്രീംസിൽ പരമാവധി ഉള്ളത് സ്റ്റിറോയിഡ്സ് ആണ്, ഹൈഡ്രോക്വിനോൺ, arsenic and lead. And we all know the side effects of steroids. പോരാത്തതിന് ഈ പറയുന്ന മെർക്യൂറി, ആർസനിക് ആൻഡ് ലെഡ് കാർസിനോജനിക് ഇഫക്റ്റ് കൊണ്ടുവരുന്നതാണ്. എന്ന് വെച്ചാൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ പോലും ഇതിന് ഉണ്ടാക്കാം. So why are we using these kind of creams onto our skin? ക്രീം അല്ലേ, കുഴപ്പമില്ല എന്നുള്ള ഒരു ധാരണയാണ് മിക്ക ആൾക്കാർക്കും. ഉള്ളിൽ എടുക്കുന്ന ഗുളികയല്ലല്ലോ ക്രീമാണെന്ന് പറഞ്ഞു. But even these can have long-lasting effects. ഒന്ന് ഓർത്ത് വെക്കുക, നിങ്ങൾ ഏതെങ്കിലും ഒരു ക്രീം മേടിക്കുമ്പം 3-4 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ സ്കിൻ നല്ല രീതിയിൽ വെളുക്കുന്നുണ്ട്, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പെട്ടെന്ന് മാറുന്നുണ്ടെന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഡെഫിനറ്റ് ആയിട്ടുണ്ട്. അവരതിനെ ലേബിൾ ചെയ്യുന്നുണ്ടോ ഇല്ലോ എന്നുള്ളതാണ് സംശയം. We already know that this market is unregulated. ഒത്തിരി പ്രാവശ്യം നിങ്ങളും ഞാനും ഫാർമസി അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഷോപ്പ് പോയിട്ട് പല രീതിയിലുള്ള ഗുളികയും ക്രീംസും മേടിച്ച് ഉപയോഗിച്ചതാണ്. So it's not a wonder that these creams can be so easily made available in our market. എന്നാൽ പലർക്കും ഡൗട്ട്സ് ഉണ്ടാകും. സ്റ്റിറോയിഡ്സ് ഡോക്ടേഴ്സ് കൊടുക്കുമല്ലോ, ഹൈഡ്രോക്വിനോൺ പോലുള്ള ക്രീംസ് ഒക്കെ ഡോക്ടേഴ്സ് കൊടുക്കുമല്ലോ. തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കാറുണ്ട്. But there is a quantified amount that is being given. നിങ്ങളൊരു പ്രിസ്ക്രിപ്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അതിനൊരു കറക്റ്റ് അളവ് വെച്ചിട്ടാണ് കൊടുക്കുക. അൺറെഗുലേറ്റഡ് ആയിട്ട് ആരും കൊടുക്കാറില്ല. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാം, അപ്പൊ അതിനനുസരിച്ചുള്ള നിങ്ങളെ ബോഡി വെയിറ്റ് അല്ലെങ്കിൽ നിങ്ങളെ അസുഖത്തിന് എത്രയാണ് വേണ്ടേ അതിനനുസരിച്ചായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. There is a control on what is happening. But sadly ഇതല്ല മിക്ക ആൾക്കാരും ചെയ്യുന്നത്. ഇങ്ങനത്തെ ക്രീംസ് നമ്മൾ ആദ്യം 1-2 പ്രാവശ്യം ഉപയോഗിക്കുകയായിരിക്കും. മേ ബി ഫോർ എ പീരീഡ് ഓഫ് 3 days 4 days. പക്ഷേ ഇത് സമയം കൂടുമ്പം ദിവസങ്ങൾ മാറി ആഴ്ചകളായി, പിന്നെ മാസങ്ങളായി, അതുപോലെ വർഷങ്ങളായി, and ultimately it is over decades. So what's happened? If you remember, Fair and Lovely passed on from our mothers to us, നമ്മളിന്ന് നമ്മളെ കുട്ടികളിലോട്ട്. അതായിരുന്നല്ലോ അതിന്റെ സക്സസിന്റെ കാരണം. Now, other than the carcinogenic effect, what should you be seeing in your skin? Exogenous ochronosis എന്ന് വെച്ചാൽ റീബൗണ്ട് പിഗ്മെന്റേഷൻ വരാം. ഇത് മാറ്റാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ആൻഡ് ഇറ്റ്സ് സംടൈംസ് ഇറിവേഴ്സിബിൾ. ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും നല്ല വില കൂടിയ ട്രീറ്റ്മെന്റ് ആണ്. പോരാത്തന്നെ സമയം കൂടുതൽ എടുക്കും. ഇത് മാത്രമല്ല, നിങ്ങൾ കണ്ടാൽ ഇങ്ങനത്തെ ക്രീംസ് ഉപയോഗിക്കുന്നവരുടെ സ്കിൻ വളരെ നേരായി വരുന്നുണ്ട്. ഇറ്റ്സ് ബിക്കമിങ് വെരി തിൻ ആൻഡ് ഫ്രജൈൽ. നമ്മുടെ സ്കിന്നിന്റെ തൊട്ട് താഴെയുള്ള ബ്ലഡ് വെസൽസ്, കാപ്പിലറീസ് എടുത്തു കാണാൻ തുടങ്ങും. പിന്നെ ഇൻഫെക്ഷൻസ് കൂടുതൽ ആവാനുള്ള സാഹചര്യമുണ്ട്. അപ്പം ചെറിയ രീതിയിലുള്ള മുഖക്കുരു ഉള്ള പേഷ്യൻസിന് നല്ല സിസ്റ്റിക് ആക്നെ, വലിയ വലിയ കുരുക്കളായിട്ടുള്ള ആക്നെ വരാൻ സാഹചര്യമുണ്ട്. ഈ ആക്നെ വന്നാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, കലകളാവാം, കുഴികളാവാം, അതുപോലെ സ്കിന്നിൽ പെർമനന്റ് സ്കാർസ് ആയി ചേഞ്ച് ചെയ്യും. പിന്നെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റിറോയിഡ്സ് കൂടുതലായിട്ട് സ്കിന്നിന്റെ മുകളിൽ ഉപയോഗിക്കുമ്പം ആ ഭാഗത്തില് നോർമൽ ആയിട്ടുള്ള മുടി അല്ലാണ്ട് എബ്നോർമൽ ഹെയർ ഗ്രോത്ത് ആയിരിക്കും. ഹെർസ്യൂട്ടിസമിൽ പോലും മാറാറുണ്ട്. പിന്നെ ചേഞ്ച് വരുന്നത് ഡിലേഡ് വൂണ്ട് ഹീലിംഗ്. പെട്ടെന്ന് സ്കിന്നിലുള്ള മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉണങ്ങാറില്ല. ആൻഡ് ഏറ്റവും കോമൺ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നത് ഫംഗൽ ഇൻഫെക്ഷൻസ്. അപ്പം ചെറിയൊരു ചൊറിച്ചൽ വന്നപ്പം നമ്മൾ മേടിച്ചു വെക്കുന്ന ക്രീംസിൽ സ്റ്റിറോയിഡ്സ് ഉണ്ടാകാം. ആദ്യത്തെ 2-3 പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ നല്ല മാറ്റം ഉണ്ടാകും. 5ാമത്തെ പ്രാവശ്യം ഉപയോഗിക്കുമ്പം അതിനൊരു ഇഫക്റ്റും കിട്ടുന്നില്ല. സോ ദർ ഈസ് എക്സാസ്പറേഷൻ ഓഫ് ഫംഗൽ ഇൻഫെക്ഷൻസ് ടു. ഈ ചെറിയ ഡബ്ബയിൽ വരുന്ന ക്രീംസ് ഇൻസ്റ്റെഡ് ഓഫ് ബീങ് ഹെൽപ്ഫുൾ നിങ്ങൾക്ക് കുറേ പാർശ്വഫലങ്ങളാണ് കൊണ്ടുവരുന്നത്. ട്രൈ അവോയ്ഡിങ് ദം. ഈ അവയർനെസ് നിങ്ങൾ ബാക്കിയുള്ളവർക്കും കൊടുക്കുക. I know with this single video I'm not going to make any kind of a revolution. What you need to understand is India is a big country. We need to embrace those different colors. Dark is beautiful. So from today, let's try to make that small little change within us and towards the people around us. ഈ മാറ്റം
പെട്ടെന്നൊന്നും ഉണ്ടാവില്ല. This is going to be a slow change. And let's be a part of that change.